ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നും ചെയ്യില്ല, തങ്ങളും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാണ് US പ്രഖ്യാപിച്ച എണ്ണ ഉപരോധങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ആദ്യ പ്രതികരണം. US മുന്നിൽ ഒരിക്കലും വഴങ്ങില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ല, എന്നാൽ പുതിയ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് സാമ്പത്തിക നിലപാടിന് ചില വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് പുടിൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമ്പോൾ ചൈനയും ഇന്ത്യയും ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഉയർന്ന താരിഫ് ഏറ്റുവാങ്ങാനുള്ള മടിയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുമോ എന്ന ആശങ്ക പുടിനുണ്ട്. ഇന്ത്യയിലാകട്ടെ റഷ്യൻ എണ്ണ വാങ്ങാതിരിക്കുന്നത് ഒക്കെ കടുത്ത വിഷയമാണ്. വാങ്ങിയാൽ അത് ഇന്ത്യക്ക് നേട്ടമാണ്. റഷ്യൻ എണ്ണ വാങ്ങിയില്ലെങ്കിൽ ഇന്ത്യയിൽ അത് രൂക്ഷമായ പ്രതിസന്ധി ഭാവിയിലെങ്കിലും ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഡിസ്കൗണ്ട് നിരക്കിലാണ് റഷ്യൻ എണ്ണ ഇന്ത്യക്ക് കിട്ടുന്നത്. അത് ഏത് കമ്പനി ആയാലും, റിലയൻസ് ആയാലും, നയാരായാലും ആ ഡിസ്കൗണ്ട് ഇന്ത്യക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഇപ്പോഴും ഉയരാതെ നിൽക്കുന്നത്. ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഒരു ഭാഗം മാത്രമാണ് പെട്രോൾ ഡീസലുമായി തരംതിരിച്ച് വിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത കാലത്തെങ്ങും വിലക്കയറ്റം ഉണ്ടാകില്ലെങ്കിലും പെട്രോൾ വില ഈ അടുത്ത കാലത്തൊന്നും കുറയില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി. കുറച്ചു കാലം കഴിഞ്ഞ് ഡീസൽ പെട്രോൾ വില വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയുടെ നീക്കം ഇങ്ങനെയാണെങ്കിൽ. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്ധന വില കൂട്ടി ഒരു ജനതയെ ആശങ്കയിലാക്കുക, അവരെ സർക്കാരിനെതിരെ തിരിക്കുക. നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന ആ യുവജനങ്ങളുടെ പ്രക്ഷോഭം, ആ പ്രക്ഷോഭങ്ങൾ പോലെ പുതിയ ഒരെണ്ണം ഇന്ധനവില വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. അതുതന്നെയാണ് അമേരിക്കയുടെ തന്ത്രവും. അതിനെ കടുത്ത രീതിയിൽ പ്രയോഗിക്കാനുള്ള ഓരോ നീക്കങ്ങളാണ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈനെതിരായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സമ്മർദ്ദത്തിലാക്കാനാണ് റോസ്നെഫ്റ്റിനും റഷ്യൻ കമ്പനിയായ ലൂക്കോയിലിനും എതിരെ 3 ഡസനോളം അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത്. റഷ്യൻ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ US നിർബന്ധത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ സമ്മതിക്കുകയും ചെയ്തു. 2 ചൈനീസ് എണ്ണ ശുദ്ധീകരണശാലകളെ ഇതിന്റെ പേരിൽ ഈ റഷ്യൻ സ്ഥാപനങ്ങളുടെ ഒപ്പം യൂറോപ്യൻ യൂണിയൻ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തു. വ്ളാദിമിർ പുടിൻ US ഉപരോധങ്ങളെ പറ്റി പ്രതികരിച്ചത് അമേരിക്ക റഷ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കാത്ത ഒരു നീക്കമെന്നും സൗഹൃദ വിരുദ്ധമായ പ്രവൃത്തിയെന്നുമാണ്. റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കൻ ശ്രമം അത് വെറുതെയായി പോയെന്നും പുടിൻ കളിയാക്കുന്നുണ്ട്. റഷ്യൻ എണ്ണയിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ നടപടികൾ ലോകത്തെമ്പാടും ഇന്ധനവില കുത്തനെ വർദ്ധിപ്പിക്കുന്ന മുന്നറിയിപ്പും റഷ്യ നൽകുന്നുണ്ട്. ഉക്രൈൻ വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതി റഷ്യക്കെതിരെ എടുത്ത് പ്രയോഗിക്കാനിരിക്കുന്ന ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ അതെങ്ങാനും ഇനി US ഉക്രൈന് നൽകി അത് ഉക്രൈൻ എടുത്ത് റഷ്യക്കെതിരെ പ്രയോഗിച്ചാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നും ട്രംപിന് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കടുത്ത പ്രതികരണം തക്ക സമയത്ത് ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പും പുടിൻ ട്രംപിന് നൽകിയിട്ടുണ്ട്. 2 പ്രമുഖ റഷ്യൻ എണ്ണ ഉൽപാദക കമ്പനികൾ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഈ ഉപരോധം ആരംഭിച്ചതോടെ ഇവരിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ US-ഉമായുള്ള വ്യാപാര കരാറിനുള്ള തടസ്സം നീങ്ങിക്കുമെന്ന് അമേരിക്കയും ഇന്ത്യക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ ലൂക്കോയിൽ, റോസെറ്റ് എന്നിവയ്ക്കാണ് ഈ ഉപരോധം. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഭോക്താവ് റിലയൻസ് ഇൻഡസ്ട്രീസ് റോസ്നെഫ്റ്റുമായുള്ള ദീർഘകാല കരാർ ഉപേക്ഷിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. തൽക്കാലത്തേക്ക് ഇവരുമായുള്ള എണ്ണ ഇടപാടിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ തങ്ങൾ നടപടികൾ ആരംഭിച്ചു എന്നാണ് റിലയൻസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ എന്ത് പറയുന്നോ അതുപോലെ മുന്നോട്ട് പോകുമെന്ന് റിലയൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെ ഇന്ത്യൻ പൊതുമേഖലാ റിഫൈനറുകളും റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇനി അവർ എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ US-ഉം കടുത്ത പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റോസ്നെഫ്റ്റിൽ നിന്ന് പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാനാണ് ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറി സമുച്ചയമുള്ള മുകേഷ് അംബാനിയുടെ റിലയൻസിന്റെ കരാറുകൾ. റോസ്നെഫ്റ്റിന് ഭൂരിപക്ഷം ഓഹരിയുള്ള നയര എനർജിയും ഇതേപോലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണയുടെ പരമാവധി ഒഴുക്ക് കുറയ്ക്കുകയാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം, അമേരിക്കയുടെ തന്ത്രം. അതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക, ഉക്രൈൻ യുദ്ധത്തിൽ അവരെ കൊണ്ട് ഒരു വെടിനിർത്ത കരാർ ഒപ്പിടിപ്പിക്കുക. ഇത് തന്നെയാണ് അമേരിക്കയുടെ തന്ത്രം. പക്ഷേ ഇതിൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ, എണ്ണ റിഫൈനറികൾ എല്ലാം റഷ്യൻ എണ്ണ കിട്ടാത്തതിനാൽ ഇനി കുറച്ചു കാലത്തേക്ക് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും
ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന എണ്ണയുടെ അളവ് കൂട്ടാൻ അതിന്റെ ഉയർന്ന വില കാരണം ഇന്ത്യക്ക് തൽക്കാലം നിർവാഹം ഉണ്ടായില്ല. കാരണം ആ വില ഗൾഫിൽ നിന്നുള്ള ഉയർന്ന വിലയ്ക്കുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത് തുടങ്ങിയാൽ സ്വാഭാവികമായും ഇവിടെ ഈ ക്രൂഡ് ഓയിൽ നിന്നും ഉണ്ടാക്കുന്ന ഡീസൽ, പെട്രോൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച